നന്ദഗോപാല, അയ്യോയ്യോയ്യോ, ഒരു കാര്യം പറഞ്ഞ അത് അപ്പൊ തന്നെ എനിക്ക് ഇങ്ങോട്ട് പറയണം. തിരക്കാണ്, വരണ്ടെന്ന് പറഞ്ഞാൽ പറ്റില്ല, കല്യാണക്കാരിയാണേ. അതെ, ഈ ആടെ അച്ഛനാ എനിക്ക് മാസ്റ്ററുടെ ജോലി മേടിച്ചു തന്നത്. ആ ഒരു കടപ്പാട് എനിക്കുണ്ട്, അല്ലാതെ ബെല്ലാൽ കമ്മീഷൻ മോച്ചിട്ടൊന്നുമല്ല. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പൊ പറയാൻ പറ്റില്ല, പിന്നെ പറയാം. പിന്നെ പറയാം. ഇത് എത്രാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞത്? ഇതെന്താ എന്റെ കല്യാണക്കാരിയാണോ? നന്ദന്റെ പെങ്ങടെ കല്യാണക്കാരിയല്ലേ? ഇതെന്തൊരു കഷ്ടം. അയ്യോയ്യോയ്യോ, ആലോചനകൾ പലതും വന്നു അവൾക്ക്. എല്ലാവർക്കും സ്വത്തും പണം എത്ര ഉണ്ടെന്നാ നോട്ടം. ഈ വീട് ആർക്കുള്ളതാണ്, എത്ര പവന്റെ പണ്ടുണ്ടാവും, അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് എന്റെ പെങ്ങളെ പറഞ്ഞയക്കാനെങ്കിൽ തൽക്കാലം ഉദ്ദേശമില്ല. അതെനിക്ക് നല്ല നിശ്ചയമുണ്ട്. പക്ഷേ ഇത് അങ്ങനെയുള്ള ആളല്ല നന്ദഗോപാല. പന്നിയുടെ രാഘവ മാഷ് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാ. പരമസാത്വികൻ. താണിശ്ശേരി സ്കൂളിൽ ഹെഡ് മാഷായിരുന്നു. ഇക്കൊല്ലം റിട്ടയർ ചെയ്തു. റിട്ടയർ ചെയ്ത കിഴവന്മാരെ കൊണ്ടാണോ കല്യാണം ആലോചിക്കണേ? എന്താ പൂച്ച? ഞാൻ എന്താ തന്നെ പോലെ വിട്ടിയാണോ ദമയന്തി ശേഖര? അതെ, മാഷയുടെ മകൻ MA കാരന്. തൽക്കാലം ഒരു ചെറിയ പാരലൽ കോളേജിലാണ് ജോലി. വേറൊരു പ്രൈവറ്റ് കോളേജിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, 4 മാസത്തിനുള്ളിൽ കിട്ടും. ജോലിയല്ല പ്രധാനം, പയ്യന്റെ സ്വഭാവം, വിദ്യാഭ്യാസം. മറ്റൊരു അട്രാക്ഷൻ കൂടിയുണ്ട്. പയ്യനൊരു ചേച്ചിയുണ്ട്, സുന്ദരി, നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടി. നന്ദന് തിരിച്ചു ആലോചിക്കാം. എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നിന്നോട്ടെ, എന്നാലും പയ്യനൊന്ന് കാണാലോ. അതിപ്പോ വെറുതെ ഒരാളെ ചെന്ന് കാണുന്ന വെച്ചാ? വെറുതെ കണ്ടാ മതി, കല്യാണം വെച്ചിട്ട് കാണണ്ട. ഈ മാറ്റക്കല്യാണം എന്നൊക്കെ വെച്ചാ കുഴപ്പം പിടിച്ച ഏർപ്പാടല്ലേ എന്റെ പൂച്ചേ? പിന്നെയും വിളിച്ചു അത് തന്നെ. കുഴപ്പങ്ങളൊക്കെ സാധാരണക്കാരുടെ ഇടയില്. രാഘവും മാഷയും കുട്ടിയോളും എനിക്ക് നന്നായിട്ടറിയാം. ഇവിടെ നന്ദഗോപാലിനെയും പെങ്ങളെയും എനിക്ക് നന്നായിട്ടറിയാം. 2 കുടുംബങ്ങളും ഒന്നാവുകയാണ്. ശുഭം സുന്ദരം. എന്നാ ഇറങ്ങട്ടെ. നന്ദഗോപാലിനെ എന്നാ സൗകര്യം എന്ന് വെച്ചാൽ എന്നെ അറിയിച്ചാ മതി. ശുഭസ്യ ശീഘ്രം എന്നാണല്ലോ, അല്ലേ? അതെ പൂച്ചേ. അയ്യോയ്യോയ്യോ.